IPL മാച്ച് നമ്പർ 21 22 ഇന്ന് നടക്കാൻ പോകുമ്പോൾ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത ലക്നൌവിനെയും രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് ചെന്നൈയെയും ആയിരിക്കും നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് മത്സരങ്ങളുടെയും പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ കൊൽക്കത്ത ലക്നൌ മത്സരം നടക്കുമ്പോൾ ചണ്ഡീഗഡിലെ മുള്ളാൻപൂരിൽ വെച്ചായിരിക്കും പഞ്ചാബ് ചെന്നൈ മത്സരം നടക്കാൻ പോകുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന ഈ രണ്ട് മത്സരത്തിലും കുറച്ച് സ്ലോ ആയിട്ടുള്ള പിച്ച് കാണാൻ തന്നെയാണ് സാധ്യത. ഈഡൻ ഗാർഡൻസിൽ സ്പിന്നേഴ്സിന് സപ്പോർട്ട് കിട്ടുന്ന പിച്ച് വേണമെന്ന നിർദ്ദേശം KKR പിച്ച് കുറേറ്റർക്ക് നൽകിയതിനു ശേഷമായിരുന്നു ഹൈദരാബാദിനെതിരെ അങ്ങനെ ഒരു പിച്ച് കണ്ടത്. സോ ടീമിന്റെ നിർദ്ദേശപ്രകാരം അതുപോലെ ഒരു പിച്ച് തന്നെയായിരിക്കും ഇന്നും കാണാൻ സാധ്യതയുള്ളത്. മുള്ളാൻപൂരിൽ ആദ്യമായി 200 എന്ന ടോട്ടൽ രാജസ്ഥാനായിരുന്നു കഴിഞ്ഞ ദിവസം നേടിയത്. അന്ന് ബോളേഴ്സിന് സപ്പോർട്ടുള്ള ഒരു ട്രാക്കായിരുന്നു കണ്ടത്. സോ ജനറലി ലഭിക്കുന്ന ട്രാക്ക് തന്നെ ഇന്നും കാണാനാണ് സാധ്യത. ഇനി ഈ ടീമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആൻഡ്രിക് നോർക്കെ ഫിറ്റ് ആണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. LSGയിൽ മയങ്ക് യാദവ് അവൈലബിൾ അല്ല. വേറെ ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുനിൽ നരേൻ നിക്കോളാസ് പുരൻ മാച്ചപ്പ് ഈ മത്സരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കൂടാതെ കൊൽക്കത്തയിൽ ഡീകോക്കിന് പകരം ഗുർബാസ് വന്നേക്കാനും ചാൻസ് കാണുന്നുണ്ട്. സുനിൽ നരേൻ, ഡീകോക്ക് അല്ലെങ്കിൽ റഹ്മനുള്ള ഗുർബാസ് ഓപ്പണിംഗ്, അജിങ്ക്യ രഹാനെ, അങ്കുരിഷ് രഘുവംശി, വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, റസൽ, രമൺദീപ് സിംഗ്, മോയിൻ അലി, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, വൈഭവ് അരോര തുടങ്ങിയ ടീമിനാണ് കൊൽക്കത്തയിൽ സാധ്യത. ലക്നൌവിൽ മിച്ചൽ മാർഷ്, ഏഡൻ മാർക്കറും ഓപ്പണിംഗ്, നിക്കോളാസ് പൂരൻ, ഋഷഭ് പന്ത്, ആയുഷ് ബദോനി, ഡേവിഡ് മില്ലർ, അബ്ദുൾ സമദ്, ഷാർഡു ഠാക്കൂർ, ആകാശ് ദീപ്, ആവേശ് ഖാൻ, ദിഗ്വേഷ് രാത്തി, രവി ബിഷ്ണോയ് തുടങ്ങിയ താരങ്ങൾക്കാണ് ഇവിടെ സാധ്യത. കൊൽക്കത്തയിൽ നിന്ന് വരുൺ, നരേൻ, രഹാനെ എന്നിവരെയും ലക്നൌവിൽ നിന്ന് നിക്കോളാസ് പൂരൻ, മാർഷ്, ദിഗ്വേഷ് രാത്തി എന്നിവരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിജയസാധ്യത LSGക്കാണ് ഇത്തിരി കൂടുതൽ കാണുന്നത്. പഞ്ചാബ്, ചെന്നൈ ടീമുകളിലും ഇഞ്ചുറി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും രണ്ട് ടീമിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. പഞ്ചാബിൽ ഹർപ്രീത് ബ്രാർ കളിക്കാൻ സാധ്യതയുണ്ട്. CSKയിൽ മുകേഷ് ചൗധരിക്ക് പകരം അൻഷുൽ കമ്പോജ് ചിലപ്പോൾ ടീമിലേക്ക് വന്നേക്കാം. ബാറ്റിംഗിൽ യുവതാരങ്ങൾക്ക് ആർക്കെങ്കിലും അവസരം കൊടുക്കുമോ എന്നതും കണ്ടറിയേണ്ട ഒന്നാണ്. പ്രിയാൻ ഷാര, പ്രഭ് സിമ്രാൻ ഓപ്പണിംഗ്, ശ്രേയസ് അയ്യർ, മാർക്കസ് ടോയിനസ്, നെഹൽ വധേര, ഗ്ലെൻ മാക്സ്വൽ, ശശാങ്ക് സിംഗ്, ഹർപ്രീത് ബ്രാർ, മാർക്കോ യാൻസൺ, അർഷദീപ് സിംഗ്, ലോക്കി ഫർഗൂസൺ, ചഹൽ തുടങ്ങിയ ടീമിനാണ് പഞ്ചാബിൽ സാധ്യത. ചെന്നൈയിൽ ഗായ്ക്വാഡ്, ഡെവൺ കോൺവേ ഓപ്പണിംഗ്, രജിൻ രവീന്ദ്ര, വിജയ് ശങ്കർ, ശിവൻ ദൂബെ, രവീന്ദ്ര ജഡേജ, MS ധോണി, അശ്വിൻ, നൂർ അഹമ്മദ്, മുകേഷ് ചൗധരി അല്ലെങ്കിൽ അൻഷുൽ കമ്പോജ്, ഖലീൽ അഹമ്മദ്, പതിരാന തുടങ്ങിയ ടീമിനുമാണ് സാധ്യത. പ്രഭ് സിമ്രാൻ, ശ്രേയസ് വധേര എന്നിവരെ പഞ്ചാബിൽ നിന്നും, ഖലീൽ അഹമ്മദ്, നൂർ അഹമ്മദ്, ഗായ്ക്വാഡ് എന്നിവരെ ചെന്നൈയിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിലെ ഫോം വെച്ച് പഞ്ചാബിന് തന്നെയാണ് വിജയസാധ്യത.